അതാണ് വേറൊരു കാര്യം എനിക്ക് ചോദിക്കാറ്. അതായത് യൂഷ്വലി വെൻ മെൻ ഹാവ് മോർ ഡിസയർ അല്ലെങ്കിൽ മെൻ ആർ സെക്ഷലി മോർ ആക്റ്റീവ്, ഇറ്റ്സ് കൺസിഡർ ദാറ്റ്സ് നോർമൽ. നോർമൽ. കറക്റ്റ്. ഇറ്റ്സ് അത് ഭയങ്കര നോർമലായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ വെൻ വുമൻ ഹാവ് മോർ ഡിസയർ ആൻഡ് വുമൻ നീഡ് ഇറ്റ് എവറി ഡേ ഓർ ലൈക്ക് മോർ ദെൻ ആണിനെക്കാട്ടിലും കൂടുതൽ വേണം എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ അത്രയും നന്നായിട്ടല്ല ആൾക്കാർ, നമ്മൾ വളരെ മോശമായിട്ടാണ് കാണുന്നത്. അതെ, വി ലേബൽ വെരി വെരി വിയർഡ് നെയിംസ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അതില്ലാത്തതുകൊണ്ടാ നമ്മൾ കണ്ടു വളരുന്നതും പോണും അല്ലെ നമ്മുടെ കംപ്ലീറ്റ് ഈ ഇറോട്ടിക് സിനിമകൾക്കൊക്കെ വലിയ പ്രാധാന്യം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഈ ആക്രമിക്കുന്ന ആണുങ്ങളെയും കീഴടക്കപ്പെടുന്ന പെൺകുട്ടികളെയും അല്ലേ നമ്മൾ കണ്ടുള്ളൂ. അതെ. അല്ലെങ്കിൽ മറ്റേ സെഡ്യൂസ് ചെയ്യാൻ പോകുന്ന മറ്റേ then they are on the bad list അല്ലേ? അങ്ങനെയാണെങ്കിൽ പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിമന്റെ ലിബിഡോ ഹൈ ആവുക ചെയ്യുക ആഫ്റ്റർ 30, അല്ലാതെ കുറയുമല്ല. 29 അത് അവർ വളരെ അന്നേരം ഭയങ്കര 23, 24 എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കോളേജ് ഏജാ. അന്നേരം എക്സ്പ്ലോറേഷനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങാനും പ്രഗ്നന്റ് ആയി പോയാലോ, പ്രശ്നമായാലോ, അറിഞ്ഞാലോ, നല്ലൊരു കല്യാണം നടക്കാതിരുന്നാലോ എന്നൊക്കെയുള്ള കുറേ കൺഫ്യൂഷൻസ് ആണ്. ഈ ലോ കുറേ ഉണ്ട്. അത് 30 ഒക്കെ ആയി കഴിയുമ്പോഴത്തേനും നമ്മളൊരുമാതിരി നമ്മുടെ പ്രസവം എല്ലാം കഴിഞ്ഞു. 30-35 ഒക്കെ ആകുമ്പോഴത്തേനും വി ആർ ഓൾ സോർട്ടഡ്. പിന്നെ ഇത്തിരി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓൾമോസ്റ്റ് എല്ലാവരും BPS ഒക്കെ ചെയ്തിട്ടുണ്ടാവും. എല്ലാം കഴിഞ്ഞു. ഇനിയൊക്കെ എന്താ പഠിക്കാൻ? അപ്പോൾ വി ആർ മോർ ഓപ്പൺ. പക്ഷെ അപ്പോഴത്തേനും മെന്നെ ഈ പറയുന്ന പോലെ കുറച്ചിങ്ങനെ കുറഞ്ഞു വരാം. ബട്ട് അങ്ങനെയും ജനറലൈസ് ചെയ്യാൻ പാടില്ല. പക്ഷെ ഇതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. അതായത് കോച്ച് പറയണ ഇറ്റ്സ് വെരി നോർമൽ ടു ഹാവ് ഹൈ ലിബിഡോ. ഇറ്റ് ഈസ് വെരി വെരി നോർമൽ ടു ഹാവ് ഹൈ ലിബിഡോ. അയ്യോ അങ്ങനെയൊന്നും ഇല്ല. അതിലിപ്പോൾ മെന്നിന് തന്നെ ലോ ലിബിഡോ ഉള്ള എന്തോരം ആൾക്കാരുണ്ട്. then that is also considered as very bad. അയ്യോ അപ്പൊ ആണത്തമില്ലാത്ത അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ കപ്പിൾ അതായത് ഒരു സ്ത്രീക്ക് ലിബിഡോ ഇല്ലാത്തത് ഓക്കെയാണ്. ബട്ട് when a man doesn't have it, it's a very big problem for them, for everybody. ഇത്രയും അങ്ങോട്ടേക്ക് പോകണ്ടാതെ വെറുതെ ആലോചിച്ച് നോക്കിയേ. ഇപ്പം ഞാൻ നടന്നു പോകുന്നു, ഞാനൊരു മെന്നിനെ കാണുമ്പോൾ കമന്റ് അടിക്കുന്നു, എന്നെ കുറിച്ച് എന്തായിരിക്കും പറയാ? നല്ലത് പറയോ? ഇല്ല. എന്നാൽ ഒരു മെൻ നടന്നു പോകുന്നു, ഒരു പെൺകുട്ടിയെ കുറിച്ച് നല്ലൊരു വെരി നോർമൽ. ഇത്രേ ഉള്ളൂ. ഇവിടെ നിന്നാണ് അതും വന്നേ. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ അലിഖിതമായ പല നോംസും ഉണ്ട്. പക്ഷെ അതൊക്കെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായി പേട്രിയാർക്കൽ സൊസൈറ്റി എക്സാക്ട്ലി അത് തന്നെയാണ്. അവിടെ നിന്ന് വന്ന കാര്യങ്ങളാ. അതിനെയൊക്കെ പൊട്ടിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.